ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം മറ്റൊന്നുമല്ല, ഐസ് പോപ്സിക്കിൾ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നാടൻ പേര് പറയട്ടെ, നമ്മുടെ സാധാ ഐസ് ഫ്രൂട്ട്. അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണാം. ഈ മിക്സി എടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് മാംഗോ പീസസ് ഇടുക. അരിഞ്ഞു വെച്ച നല്ല പഴുത്ത മാമ്പഴം, അതിലേക്ക് 1 കപ്പ് തിളപ്പിച്ച ആറ്റിയ പാല്. മധുരം കുറവാണെങ്കിൽ, മാമ്പഴത്തിൽ മധുരം കുറവാണെങ്കിൽ 1/2 കപ്പ് ഇടണം. മധുരം നല്ലോണം ഉണ്ടെങ്കിൽ 1/4 കപ്പ് ഇട്ടാൽ മതി. ഇതിപ്പോൾ കുറവായതുകൊണ്ട് ഞാൻ 1/2 കപ്പ് ഇട്ടിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ്. നല്ല ബെസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് അരഞ്ഞിട്ടുണ്ട്. കണ്ട, ഈ അരച്ചെടുത്തത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവാണ്, ഇങ്ങനത്തെ ഒരു ടംബ്ലറിലേക്ക്. ഇനി നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഈ ടൈപ്പ്. ഇതൊന്നുമില്ലെങ്കിൽ ചെറിയ ഇങ്ങനത്തെ കാപ്പി കുടിക്കണ പേപ്പർ കപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റീൽ ഗ്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതും എടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്കൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പേപ്പർ കപ്പിൽ ഒഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നടുക്ക് ഈ സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിലും ഒഴിക്കാം. ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അലുമിനിയം ഫോയിൽ വെച്ച് ഇങ്ങനെ മൂടി വയ്ക്കാം. ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും വെക്കണം ഫ്രീസറിൽ. ഇങ്ങനെ ഓരോന്നും കവർ ചെയ്യണം. 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച നമ്മുടെ ഐസ് സ്റ്റിക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി അടുത്തൊരു പാത്രത്തിലേക്ക് വെക്കാൻ പോകട്ടോ. ഇത് പെട്ടെന്ന് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ ഇറക്കി വയ്ക്കാം. അപ്പം നമുക്ക് ഒരു 10-15 സെക്കൻഡ്. ഇനി നമ്മൾ ഈ പാത്രത്തിൽ വെച്ചത് എടുക്കുകയാണ്. നമുക്ക് കാണാം, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പെർഫെക്ഷൻ നിങ്ങളൊന്ന് നോക്ക്. എങ്ങനെയുണ്ട്? കാണാൻ തന്നെ സൂപ്പറായിട്ടില്ലേ? ടേസ്റ്റ് ചെയ്യാൻ പോട്ടാ ചെറുത് കുഞ്ഞി ചേച്ചിക്ക്. ഓക്കെ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇത് കണ്ടതിന് ശേഷം ഇത് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരും. ടിൽ ദെൻ, bye.